പെട്ടെന്ന് വന്ന് ബ്രോക്കർ പറഞ്ഞതുകൊണ്ട് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് വരാനൊന്നും പറ്റിയില്ല. മോന് ആലോചന നോക്കുന്നുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു പെട്ടെന്ന് വന്ന് പറഞ്ഞതാ ഇവിടെ ഒരു കുട്ടിയുണ്ടെന്ന്. ഞങ്ങളോടും ഒരു 10 മിനിറ്റ് മുമ്പാ ബ്രോക്കർ വിളിച്ച് പറഞ്ഞതേ. മോള് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. റെഡിയാവുക, നിങ്ങളെല്ലാവരും ഇരിക്കുക. സംസാരത്തിനിടയിൽ ഇരിക്കാൻ പറയാൻ വിട്ടുപോയി. എല്ലാവരും ഇരിക്കും കേട്ടോ. നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോളെ കുടിക്കാൻ എടുക്ക്. മോളെ ഇതാണ് ചെക്കൻ ധരൻദേവ്, ഞങ്ങളുടെ മോന. അയ്യോ, ഇത് ഞങ്ങളുടെ ഇളയ മോള ഗൗരി. മൂത്താള് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പം സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. ടീച്ചറാ, അവളിപ്പോൾ റെഡിയായിട്ട് വരും. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ നേരത്തെ ലീവ് എടുത്തേനെ. അറിഞ്ഞില്ല, ഇപ്പോഴാ അറിഞ്ഞേ. അയ്യോ സോറി, ഞാൻ കരുതി ഇതായിരിക്കും പെൺകുട്ടിയെന്നു. അതിനെന്തിനാ സോറിയൊക്കെ. ആ ഇതാ മോള് വന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവരൊന്ന് സംസാരിച്ചോട്ടെ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല എനിക്കൊന്ന് സംസാരിക്കണം. അതിനെന്താ, മോള് പോയി സംസാരിച്ചു. മോനെ ചെല്ല്. അപ്പോ രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതിനെന്താ, നമുക്ക് ജാതകമൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്നാ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. മക്കളെ രണ്ടും നല്ല സുന്ദരി കുട്ടികളാ. ശരി, അപ്പൊ നമുക്ക് പിന്നെയും കാണാം. മഗമരി മഗരി സനി രെ സ പമഗ മത മഗരി സനി രെ സ ഗമ സനി സ ധനി മദ ഗമരി ഗ സ നി സ ധ നി സ നി സ മ ഗ ഗ നി സ പ മ മ ഗ സനി സ ഗ മ ഗ രി നി ധ മ മ ഗ ഗ മ ഗ ഗ ഗ മ രി ഗ നി രി നി ഗ രി. ഗൗരി മോളെ, അച്ഛൻ പറഞ്ഞു ചെക്കൻ്റെ വീട്ടുകാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. മോള് ചേച്ചി റെഡിയായെന്ന് പോയി നോക്കിയേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞേക്ക്. ആ ശരി അമ്മ, ഞാൻ ചേച്ചി അടുത്ത് പോയി പറഞ്ഞിട്ട് വരാം. ചേച്ചി ഇതെന്താ ഇവിടെ ആരും ഇല്ലാത്ത? ചേച്ചി അവിടെ പോയി? ഇതെന്താ ലെറ്ററോ? ചേച്ചി എഴുതിയതാണല്ലോ. ഈശ്വര. അച്ഛാ അമ്മ, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ള ആളോട് ജീവിക്കാനായിട്ട് ഞാൻ പോവുക. ക്രിസ്ത്യൻ എന്ന ഒറ്റ പേരിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞ എൻ്റെ ഇഷ്ടം എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല അച്ഛാ. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഈ കല്യാണം ഇവിടെ വരെ എത്തിക്കാൻ കാരണം അച്ഛൻ എൻ്റെ വാക്ക് കേൾക്കില്ലെന്നറിയാം. അതുകൊണ്ട് മാത്രം ഞങ്ങളെ ശപിക്കരുത്. നീ എന്ത് ചെയ്യുക അവിടെ? അവരെത്തി. അവളവിടെ ബാത്റൂമിലാണോ? പെട്ടെന്ന് വരാൻ പറ. അച്ഛൻ എന്താ കിടന്ന് തിരക്കുന്നു. അമ്മ, ചേച്ചി ലെറ്റർ എഴുതി വെച്ചിട്ട് ആ ചേട്ടൻ്റെ കൂടെ പോയി. എന്താ നീ പറഞ്ഞ്? ലെറ്റർ എഴുതി വെച്ചിട്ട് പോയെന്നോ? ഈശ്വര, ഇനിയിപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്ത് പറയും? അച്ഛനിതറിഞ്ഞാ എനിക്കൊന്നും അറിയില്ലല്ലോ എൻ്റെ ഭഗവാനെ. എന്താണ് അമ്മയും മോളോട് ഒരു ഡിസ്കഷൻ? കല്യാണ പെണ്ണെവിടെ? അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പിന്നെ പൂജകളൊക്കെ തുടങ്ങാറായിട്ടോ. ഏട്ടനെന്തോ ഒന്നും മിണ്ടാത്ത? നടക്കേണ്ടതൊക്കെ നടന്നു. നീയിപ്പോ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം? മുന്നോട്ട് നടക്കാനുള്ളത് എന്താന്ന് നോക്കാം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. എന്താലോചിക്കാൻ? കല്യാണം മുടങ്ങിയെന്ന് എല്ലായിടത്തും പറയാം. വേറെ എന്താ ഇനിയിപ്പോൾ ഉള്ള? നീ അത് നിസ്സാരമായിട്ടാ പറയുന്നത്. ഞാനത് എങ്ങനെ എല്ലാവരുടെ അടുത്തും പറയാം? ഇത്രയും വലിയ ബിസിനസ്മാൻ ബിസിനസ്സിൽ കാണിക്കുന്നതിൻ്റെ 1% മോൻ്റെ കല്യാണ കാര്യത്തിൽ കാണിച്ചില്ലെന്നല്ലേ ആൾക്കാർ പറയും. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങൾ കാരണം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു അപമാനം നേരിടേണ്ടി വരുന്നതെന്നും അറിയാം. പക്ഷേ
എന്തായാലും ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഇളയ മകളെ ഞാൻ ധരനെ കല്യാണം കഴിച്ചു തരാം. അച്ഛാ, അച്ഛ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നതെന്നറിയോ? ഏട്ടാ, അവള് കുഞ്ഞല്ലേ, അവക്കൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ഏട്ടനെന്താ സ്ഥിരത ഇല്ലാതെ ആയിപ്പോയോ? ഇപ്പൊ പിടിച്ച് അവളെ കല്യാണം കഴിച്ചുവിടാന്നൊക്കെ പറഞ്ഞ. എനിക്കെല്ലാം അറിയാം, പക്ഷെ ഈ അവസ്ഥയ്ക്ക് നമ്മളുകൂടെ ഇപ്പൊ കാരണം. എനിക്കിതല്ലാതെ വേറെ ഒരു വഴിയില്ല. മോളച്ഛൻ പറയുന്ന കേൾക്കില്ലേ? അച്ഛ പിന്നെ അച്ഛ ഞാൻ എങ്ങനെയാ അച്ഛാ ഇപ്പോ? എനിക്കതിനെ അറിയാം മോളെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അതിനൊന്നും. പക്ഷേ അച്ഛൻ മോളുടെ കാല് പിടിക്കാം, ഇതിന് സമ്മതിക്കണം. ചേച്ചി ഉണ്ടാക്കിയ മാനക്കേടുന്ന് അച്ഛനെ മോള് രക്ഷിക്കണം. അവര് മോളെ പൊന്നുപോലെ നോക്കും, അവർ നല്ല ആൾക്കാരാ മോളെ. ഏട്ടാ, അവള് കുഞ്ഞല്ലേ ഏട്ടാ. അവളെ കൊണ്ടിപ്പോ ഒരു കുടുംബജീവിതം കല്യാണം എന്നൊക്കെ പറഞ്ഞാ അവക്കത് കഴിയോ ഏട്ടാ? അതെ, അവിടെ വിളിക്കുന്നു. എന്താ ഇത്? കുടുംബക്കാരൊക്കെ ഇപ്പോഴേ സംസാരിച്ച് തുടങ്ങിയോ? കല്യാണം കഴിഞ്ഞിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും വേണം. ദാ അവിടെ എല്ലാരും വിളിക്കുന്നു. വേഗം വന്നേ, പെണ്ണിനെയും ചെക്കനെയൊക്കെ വിളിക്കുന്നുണ്ട്. ആ, ഞങ്ങളിതാ വരുന്നു, നിങ്ങൾ പൊക്കോളൂ. ശ്രീദേവി, നീ മോളെ റെഡിയാക്കി ഇറക്ക്. ശ്രീയേട്ടാ, ധരൻ, രണ്ടാളും ഒന്ന് വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കണം. മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നീ പെട്ടെന്ന് റെഡിയാക്കി താഴേക്ക് കൊണ്ടുപോവാ. അമ്മ, എന്താ അമ്മ ഇത്? എന്നെ കൊണ്ട് പറ്റില്ല അമ്മ. എൻ്റെ കല്യാണം കഴിപ്പിച്ചു വിടല്ല അമ്മ. എനിക്ക് പഠിക്കണം അമ്മ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടമ്മ, പ്ലീസ്. മോള് കരയല്ലേ അമ്മ, പറയുന്ന കേൾക്ക്. അമ്മയ്ക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ഇത് നടന്നില്ലെങ്കിൽ അച്ഛൻ ആകെ തകരും. മോളുടെ അവസ്ഥ ആൻറ്റിക്ക് മനസ്സിലാവും, പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ. ഹേയ്, എനിക്ക് കുഴപ്പമില്ല ആൻറ്റി, എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് ഇപ്പോൾ മോളെ കരയിലടാ. ആൻറ്റി വാക്ക് തരാം, അവിടെ മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഒരു കുറവും ഉണ്ടാവില്ല. ഭദ്ര, മോള് റെഡിയായോ? നിങ്ങൾ രണ്ടാളും വന്നേ. മോളിവിടെ ഇരിക്കട്ടെ, അമ്മമാരെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വിടാം. ശ്രീയേട്ടാ, നമ്മുടെ മോൻ അവന് ഓക്കെയാണോ? അവന് കുഴപ്പമില്ലല്ലോ? അവന് കുഴപ്പമൊന്നുമില്ലടാ, അവൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ട്. നീ വിഷമിക്കണ്ട, നിങ്ങളൊന്ന് വന്നേ. തൊട്ടപ്പുറത്തെ റൂമെന്നല്ലേ പറഞ്ഞ്? ഞാനൊന്ന് പോയി കണ്ട് നേരിട്ട് സംസാരിച്ച ചിലപ്പോൾ ഈ കല്യാണം നിർത്താൻ സഹായിച്ചാലോ? ധരണേട്ടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും. എൻ്റെ ചേച്ചി കാണിച്ചതൊക്കെ തെറ്റും. പക്ഷെ ഞാനെങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കും. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാല് പിടിക്കാം. എനിക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് ഒഴിവാക്കി തരുമോ? ഞാൻ നോക്കാം. നന്ദിയുണ്ട് ഈശ്വര. ധരണേട്ടനെ കൊണ്ട് ഈ കല്യാണം നിർത്താൻ പറ്റണേ. മോളുടെ അവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാവും. ഞാനിതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളതല്ലേ. പിന്നെ മോക്ക് ദേവൂട്ടൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ അവനൊന്നും പറയില്ല, അവൻ പാവോ. ദേവൂട്ടനോ? അതാരാ? എനിക്കിവിടെ ആരെയും അറിയില്ല അമ്മ. നിന്റെ ഭർത്താവിൻ്റെ പേര് ധരൺദേവ് എന്നാണ്. ഞങ്ങൾ ദേവൂട്ടാന്നാണ് വിളിക്കല്. അവനെ പറ്റി നീ പേടിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പാവ കൊച്ചു കുട്ടികളെ പോലെ. മോളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിലൂടെ തന്നെ അവനും കല്യാണം ആലോചിച്ച പെൺകുട്ടിയല്ലല്ലോ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ മോള് ടെൻഷൻ അടിക്കുന്ന പോലെ തന്നെ ആയിരിക്കും അവനും. പോട്ടെ, നല്ല ക്ഷീണം കാണും. രാവിലെ മുതലേ ഓടെയല്ലേ. പോയി കിടന്നു. ശരി അമ്മ. പിന്നെ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റാണ്. ഒരു ഗ്ലാസ് പാലൊക്കെ തരണമെന്നുണ്ട്. പക്ഷേ നിൻ്റെ മാനസികാവസ്ഥ ഒരമ്മയെന്ന നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും.
അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും മോൾ ടെൻഷൻ അടിക്കണ്ട. അതൊന്നും കുഴപ്പമില്ല. മോള് പോയി റെസ്റ്റ് എടുത്തോ. ദേവൂട്ടനും അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പൊക്കോ. അയാളിവിടെ എങ്ങാനും ഉണ്ടോ? കാണുന്നില്ലല്ലോ. വരുന്നതിന് മുന്നേ കയറി കിടന്ന് ഉറങ്ങാം. അതാകുമ്പോൾ പിന്നെ ഒന്നും സംസാരിക്കണ്ടല്ലോ. ഈശ്വര, ഞാൻ നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം മാത്രം ദേവട്ടൻ ഈ റൂമിൽ കയറണേ. അതിന് മുന്നേ കയറി ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനോ നേരെ നോക്കാനോ ഒരവസരം ഉണ്ടാക്കരുത്. അവൾ ഉറങ്ങിക്കാണോ? ഉറങ്ങിയെങ്കിൽ മതിയായിരുന്നു. ഞാൻ എങ്ങനെയാണ് അവളെ ഫേസ് ചെയ്യുക? ആഹാ, ആൾ നല്ല ഉറക്കമാണല്ലോ. ഇപ്പോഴാ ഒരു സമാധാനമായത്. ഉറങ്ങിക്കോ, കുറേ വിഷമിച്ചതല്ലേ. സോറി ഗൗരി, താൻ എൻ്റെ അടുത്ത് കല്യാണം മുടക്കാൻ പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ആ കല്യാണം മുടക്കാൻ തോന്നിയില്ല. അത് തന്നോടുള്ള ഇഷ്ടമാണോ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കണ്ടത് തന്നെയാണ്. താൻ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. പെട്ടെന്ന് തന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്ത് സന്തോഷമാണെന്ന് എനിക്കറിയില്ല. അത് മുടക്കാൻ എനിക്ക് തോന്നിയില്ലടാ, സോറി. അമ്മ ബ്രഷ് കൊണ്ടുപോവാ അമ്മ. ഓ, ഞാനിവിടെയാണത് പറയും പോലെ. അയാൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടാവോ? ഓ, സോഫയിലാണോ കിടന്ന്? പാവം, എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്. എനിക്കിതിന് മുന്നേ ഫ്രഷായി അമ്മയുടെ അടുത്ത് പോവാം. അതാ നല്ലത്. ഞാൻ എന്താ ഈ സ്വപ്നം കാണുന്നത്? എനിക്ക് വയ്യ. മോനെന്താ കണ്ണു തുറന്ന് വെച്ച് ഉറങ്ങുകയാണോ അതോ എണീറ്റ് കിടക്കുന്നതാണോ? അമ്മ എന്താ ഇവിടെ? അല്ല, അമ്മ എപ്പോൾ വന്നു? അമ്മ വന്നിട്ട് കുറേ നേരമായി. ശരി, അതൊക്കെ പോട്ടെ. എൻ്റെ പൊന്നുമ്മ പെട്ടെന്ന് എനിക്ക് കുളിച്ച് നനച്ച് റെഡിയായിട്ട് വന്നേ. അമ്പലത്തിൽ പോകണം. മോള് താഴെ റെഡിയാവുന്നുണ്ട്. ഞാൻ പോയി ഒരുക്കട്ടെ. പെട്ടെന്ന് ഇറങ്ങി വന്നു കേട്ടോ. അമ്പലത്തിലോ? അതിന് അവൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞോ? നിൻ്റെ കൂടെ അല്ലാതെ പിന്നെ താലി കെട്ടിയ വേറെ ആരെങ്കിലും ഉണ്ടോ? അവൾ അമ്പലത്തിൽ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പോയിട്ടോ. പിന്നെ മോനറിയാലോ, അവൾ കുഞ്ഞുകുട്ടി 18 ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പക്വത കുറവും പെരുമാറ്റമൊക്കെ കാണും. മോനെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്കറിയാം അമ്മ, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ ശരി, വേറെ ഒന്നുമില്ല. ഞാൻ അമ്പലത്തിൽ ഇപ്പോൾ റെഡിയായിട്ട് വരാം. ഇവളത് കുറേ നേരമായില്ല തുടങ്ങിയിട്ട്. എന്നെങ്ങാനും തീരുമോ? ഇതെന്താ തീരാത്ത? കുറേ നേരമായല്ലോ. പാവത്തിന് സാരി പോലും ഉടുക്കാറിയില്ല. കുഞ്ഞു കുട്ടിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വര, അമ്മ നല്ല വൃത്തി കുളിപ്പിച്ചതാ. സ്റ്റെപ്പ് കയറി വന്നപ്പോൾ എല്ലാം ഇളകിപ്പോയി. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിനാണെങ്കിൽ എന്നെക്കാളും നീളമുണ്ട്. അമ്മയൊന്ന് പോയി വിളിച്ചിട്ട് വന്നാലോ? തൽക്കാലം ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് പോവാം. കഴിഞ്ഞോ? ആ, പോവാം. ഈശ്വര, നാണം കെട്ടു. അതും സാരി വാരിപ്പെറുക്കി ഇതിനൊക്കെ കൊണ്ട് കൊത്തിക്കുക വേണ്ടത്. ഞാനിതെങ്ങനെ വീണ്ടും? വേറെ ഒരു പണിയിൽ സാരി കണ്ടുപിടിച്ച് തലയിൽ ഇടുത്തി വീഴും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അതെ, ഒന്നമ്മയെ വിളിച്ചിട്ട് വരുമോ? എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല. ഞാനിത് എടുത്തിട്ടില്ല. ആദ്യമായിട്ടാ. എന്നെ കൊണ്ടത് പറ്റൂല. ഇതിനെക്കാളും നീളമുണ്ട്. ഒന്നമ്മയെ വിളിച്ചിട്ട് വരുമോ പ്ലീസ്? ആ സാരി ഇങ്ങ് തന്നെ, ഞാൻ ഉടുപ്പിക്കാം. തരാൻ.
ഗൗരിക്ക് എന്നെ നല്ല പേടിയാണെന്ന് തോന്നുന്നു. അത് പിന്നെ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെന്തിനാ ഇന്നലെ രാത്രി തൊട്ടേ എൻ്റെ അടുത്തൊരു ഒളിച്ചു കളി? അത് ഞാൻ സോറി ഗൗരി, താൻ പറഞ്ഞിട്ട് എനിക്ക് ഈ വെഡ്ഡിങ് നിർത്താൻ പറ്റിയില്ല. കാരണം എനിക്കറിയാം എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത പോലെ ദേവേട്ടൻ്റെ അച്ഛൻ ദേവേട്ടൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ആ ആ അതെ, തൽക്കാലം അതങ്ങനെ ഇരിക്കുന്നത് നല്ലത്. ഇവളോട് ഇപ്പം സത്യം പറയണ്ട. പിന്നെ താൻ എന്നെ ഇപ്പോഴേ ഹസ്ബൻഡായിട്ട് കാണുമെന്നൊന്നും ഞാൻ പറയില്ല, ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണടോ. എനിക്കറിയാം ഗൗരി, തൻ്റെ ഏജും തനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും എല്ലാം വളരെ വളരെ ദൂരെയാണെന്ന്. തനിപ്പം കൊച്ചുകുട്ടിയാണ്. ബട്ട് അങ്ങനൊരു സിറ്റുവേഷനിൽ അതല്ലാതെ വേറെ മാർഗം ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നെ തന്നെ ആരും ഇവിടെ ഒന്നിനും കമ്പനിയില്ല. എൻ്റെ അച്ഛനും അമ്മയും വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ താൻ തൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ ഇവിടെ നിന്നാൽ മതി. ഇനി തനിക്ക് തൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുണ്ട്. ശരിക്കും എൻ്റെ വീട്ടിൽ കൊണ്ടുവിടുമോ? അയ്യടാ, പെണ്ണിൻ്റെ സന്തോഷം കണ്ടില്ലേ? വേണമെങ്കിൽ 1-2 ദിവസത്തേക്ക് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു കൊണ്ടുവിടും. പിന്നെ തനിക്ക് കോളേജിൽ പോകുന്നെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടാക്കാം. വെറുതെ പഠിത്തം സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, താൻ പഠിച്ചോടോ. ശരിക്കും എന്നെ പഠിക്കാൻ വിടുമോ? എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനെന്താ, താൻ പഠിച്ചോ. ഇവിടെ ആരും വിദ്യാഭ്യാസത്തിനൊന്നും എതിരല്ല. പിന്നെ ഇപ്പം നമുക്ക് അമ്പലത്തിൽ പോകാം, വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നട അടയ്ക്കും. ഓക്കെ, പോവാം. അമ്മ, ഇനി ഇതുപോലെ സാരി ഉടുക്കാൻ എൻ്റെ അടുത്ത് പറയരുത് പ്ലീസ്. എത്ര വട്ടം ഊരിപ്പോയെന്നറിയോ? നാണം കെട്ടു ഞാൻ. ഇത് ലാസ്റ്റ്, ഇനി പറയില്ല. എൻ്റെ മോള് പോയി സാരിയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ശരി അമ്മ, ഞാനിപ്പോൾ വരാൻ പോയിട്ട്. മോള് നീയോട്ട് നന്നായിട്ട് അടുക്കുന്നുണ്ടല്ലേ, ഒരു പാവം കുട്ടിയല്ലേ. അതൊരു പാവോ ശ്രീയേട്ടാ, എന്ത് പറഞ്ഞാലും കേൾക്കും. പാവം കുട്ടിയാ. അതെ, ഒന്ന് പുറത്തു പോവോ? എനിക്ക് സാരി ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. ഒരു 5 മിനിറ്റ്സ് മതി. സാരി മാറ്റാനാണോ? ഒടിപ്പിച്ചത് ഞാനായതുകൊണ്ട് ഞാൻ തന്നെ മാറ്റിത്തരാം. എന്തു പറയുന്നു? ഡോ, ഞാൻ വെറുതെ ഞാൻ പുറത്ത് പോവുക. ഞാൻ വെറുതെ പറഞ്ഞെത്താൻ കരയണ്ട. അമ്മ വന്ന് വഴക്ക് പറയും. ബൈ. ശരിക്കും വെറുതെ പറഞ്ഞാണോ? വെറുതെ പേടിച്ചു. അങ്ങനെ 1 മാസം കടന്നുപോയി. ഈ മാസങ്ങൾ കൊണ്ട് തന്നെ ഗൗരിയും അച്ഛനും അമ്മയും ഒരുപാട് അടുത്തു. കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാത്തിൽ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം. ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ പക്ഷേ നമ്മുടെ ധരന്റെയും ഗൗരിയുടെയും കാര്യം നേരത്തെക്കാളും കഷ്ടം. ധരൻ എപ്പോൾ അടുത്ത് വന്ന് കളി പറഞ്ഞാലും ഗൗരി അത് സീരിയസ് ആയിട്ട് എടുത്ത് കരയും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഗൗരിക്കിപ്പോൾ ധരനോട് കുറേയൊക്കെ സ്നേഹമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചെറിയ പേടിയുണ്ട്. അത് കാരണം അവൾ എപ്പോഴും വിട്ടു നിൽക്കാറാണ് പതിവ്. ധരനാണെങ്കിൽ ഗൗരി അച്ഛനും അമ്മയുടെ അടുത്ത് അടുക്കുന്ന കണ്ടിട്ട് നോക്കി വെള്ളം ഇറക്കാനല്ലാതെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവനാണെങ്കിൽ അവളെ ഒത്തിരി ഇഷ്ടവുമാണ്. ഓ, ടവലെടുത്തില്ല. അമ്മ എൻ്റെ ടവലൊന്ന് കൊണ്ടുവന്നേ. പോലെ വളർന്നിട്ട് എന്താ കാര്യം? കുളിക്കാൻ പോകുമ്പോൾ തോർത്തെടുക്കാൻ പോലും അറിയാത്ത ഒരു മണ്ടൻ. എനിക്കങ്ങും വയ്യ ആ പടി കയറി പോവാൻ. മോളെ ഗൗരി, ഒന്ന് ആ തോർത്ത് കൊണ്ട് കൊടുത്തേ മോളെ. അമ്മയ്ക്ക് കാല് വയ്യടാ. അമ്മ, ഞാൻ കൊണ്ടു കൊടുക്കാനോ? അതിനിപ്പോൾ എന്താ, നമ്മുടെ ദേവൂട്ടനല്ലേ, ചെന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് വാ. ദേവേട്ട, അമ്മ ഈ ടവല് തരാൻ പറഞ്ഞു. ദേവേട്ട, കയ്യിൽ നിന്ന് വിട്. എനിക്ക് പോകണം പ്ലീസ്. എന്നൊന്നും ചെയ്യരുത്. ഒന്നും ചെയ്യില്ല, നീ കുറച്ച് നേരം ഇവിടെ നിന്നാൽ മതി പ്ലീസ്. ഇതെന്താ സൗണ്ട്? താനെന്തിനാ കരയുന്നേ? എന്നെന്തിനാ ഉമ്മ വെച്ചേ?
അച്ഛനാണോ കരയുന്നത്? ഇത് ഇഷ്ടം കൊണ്ടല്ലേ? എനിക്കറിയാം ഉമ്മ ഉമ്മ എന്തിനാ വെച്ച് എനിക്കങ്ങനെ ആവണ്ട. എനിക്കങ്ങനെ ആവണ്ടെന്നോ? എങ്ങനെ? എനിക്കറിയാം എന്തിനാ ഉമ്മ വെച്ചേന്ന്. അതിന് വേണ്ടിയിട്ടല്ലേ. ഏതിന് വേണ്ടിയിട്ട്? എന്ത് വേണ്ടിയിട്ട്? അമ്മുക്കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ വെച്ചാൽ കുട്ടി ഉണ്ടാവുമെന്ന്. കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉമ്മ വെച്ചേ. ഉമ്മ വെച്ച കുട്ടി ഉണ്ടാവുമെന്നോ? ഇതാരാ പറഞ്ഞ? അമ്മുക്കുട്ടിയോ? ഉം, ഉം. എനിക്കിപ്പോഴേ കുട്ടി ഉണ്ടാവണ്ട. ഞാൻ കൊച്ചു കുട്ടിയല്ലേ. എനിക്കിപ്പോഴേ അമ്മ ആവണം. ഈശ്വര, എനിക്കെന്തെൻ്റെ കേടായിരുന്നു. ഇതിനെ ഉമ്മ വെക്കണ്ടായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർക്കുവാണല്ലോ ഇവള്. ഗൗരി, ഉമ്മ വെച്ചാലൊന്നും കുട്ടി ഉണ്ടാവില്ല. അതിന് വേറെ പ്രോസസ്സൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്, നീ മേലൊക്കെ ഒന്ന് തുടച്ചോ, നനഞ്ഞതല്ലേ. ഞാനും പോവുക. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഉമ്മ വെച്ചാൽ കുട്ടി ഉണ്ടാവില്ലേ? അപ്പോൾ അവള് കള്ളം പറഞ്ഞാണോ? എന്തായാലും കുഴപ്പമില്ല, കുട്ടി ഉണ്ടാവില്ലല്ലോ. എനിക്ക് അമ്മയൊന്നും ആവണ്ട. ശ്രീയേട്ടാ, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പാലക്കാട് വീട്ടിൽ പോയി ഒന്ന് നിന്നാലോ? എന്താ പെട്ടെന്ന്? നമ്മൾ ഇപ്പോഴല്ലേ അവിടെ നിന്ന് വന്നത്? ദേവുടിന്റെ കല്യാണത്തിന് മുമ്പ് 2 ആഴ്ച നമ്മൾ അവിടെ ആയിരുന്നില്ലേ? പിന്നെന്താ? നമ്മളിപ്പോൾ പോയ കുട്ടികളിവിടെ ഒറ്റയ്ക്കാവില്ലേ? അവരെ കാര്യമോ? അവരെ കുറച്ച് ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ശ്രീയേട്ട ശ്രദ്ധിച്ചില്ലേ, ഗൗരി മൂക്ക് നമ്മുടെ ദേവൂട്ടൻ്റെ അടുത്ത് അത്ര വലിയ അടുപ്പമൊന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ അവൾ നമ്മളെ ചുറ്റിപ്പറ്റിയല്ലേ നിൽക്കുന്നുണ്ടാവുക. നമ്മൾ കുറച്ചൊന്ന് മാറിയാൽ അവരിത്തിരി അടുക്കില്ലേ. അത് നീ പറഞ്ഞത് കറക്റ്റാ. നമ്മുടെ അടുത്തുള്ളവരടുപ്പം പോലും നമ്മുടെ ദേവുടിൻ്റെ അടുത്ത് ഗൗരി മോൾക്കില്ല. നമുക്ക് എന്തായാലും മാറി നിൽക്കാം. വൈകുന്നേരം നമുക്ക് പോവാം, അവരുടെ അടുത്ത് പറയാം. മക്കളെ, നമ്മൾ പാലക്കാട് വീട് വരെ ഒന്ന് പോവുക. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങളിവിടെ ഉണ്ടാവില്ലേ? ഞങ്ങളൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. എന്തമ്മ, എന്തെങ്കിലും പ്രശ്നം? മുത്തശ്ശിക്ക് എന്തെങ്കിലും കുഴപ്പം? ഞാൻ വരണോ അമ്മ? മുത്തശ്ശിയെ കാണാനാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോവാം അമ്മ. അച്ഛാ, ഞാനും വരട്ടെ? അതിനെന്താ, മോളെ കൊണ്ടുപോകും. പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. അവൾക്ക് മുത്തശ്ശിയെ കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും പോവുമല്ലേ? എന്നാൽ അവളെയും കൂടെ കൊണ്ടുപോക്കോ, അവളും കാണട്ടെ. മിണ്ടാതിരുന്നോ? ഞങ്ങൾ പോകുന്നത് മുത്തശ്ശിയെ കാണാനല്ല, നീയൊക്കെ അവളുമായിട്ട് അടുക്കാനുള്ള കുറച്ച് സമയം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു അമ്മ. നമ്മൾ വിചാരിക്കും പോലെയല്ല, അവളിപ്പോഴും ശിശുവാണ്. ശിശു ആയാലും പശു ആയാലും ഞങ്ങൾ വരുമ്പോഴത്തേക്ക് 2 എണ്ണം ഒന്നിച്ചോളണം. പറഞ്ഞില്ലെന്ന് വേണ്ട. 2-3 മാസമാകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ. ഇപ്പം നല്ല സമാധാനമുണ്ട്. തലവേദന ആകെ പോയി. അച്ഛൻ്റെ അരിഷ്ടം കൊള്ളാം. ഉറങ്ങണതിന് മുമ്പ് ഒന്നുകൂടെ കുടിക്കാം. ഞാനിതിവിടെയാണല്ലോ വച്ചത്. എവിടെ പോയി? തല നല്ല വേദനയുണ്ട്. ഇതെന്താ ഇങ്ങനെ? എന്നാലും അതെവിടെ പോയി? ഗൗരിയോട് ചോദിച്ചാലോ? അവൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. വെള്ളത്തിൽ കളിക്കണ്ടായിരുന്നു, അതിൻ്റെ കുഴപ്പമോ ഈ തലവേദന. ഗൗരി, ഈ ഹെഡേക്കിനുള്ള ടാബ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നോ? ഞാനും നോക്കിയിട്ട് കണ്ടില്ല. എന്താ, തലവേദനയാണോ? അതെ, നല്ല തലവേദനയുണ്ട്. ഞാൻ താഴെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നോക്കിയിട്ട് അതിൽ കണ്ടിട്ടില്ല. അതിൽ മരുന്ന് തീർന്നിരിക്കുമായിരുന്നു. നല്ല തലവേദനയാണെങ്കിൽ താഴെ അച്ഛൻ്റെ അരിഷ്ടമുണ്ട്, എടുത്ത് കുടിച്ചു. ഞാനും കുടിച്ചു, നല്ല മാറ്റമുണ്ട്. അച്ഛൻ്റെ അരിഷ്ടോ? അതെവിടെ? താഴെ ഷെൽഫിലുണ്ട്. അച്ഛനിടയ്ക്കിടയ്ക്ക് തലവേദന വരുമ്പോൾ കുടിക്കാറുണ്ടായിരുന്നു. ഇന്നെനിക്ക് നല്ല തലവേദനയായിരുന്നു, അപ്പോൾ മരുന്നില്ലാത്തതുകൊണ്ട് ഞാനും അതേ കുടിച്ചു. നല്ല മാറ്റമുണ്ട്. ദയവായിട്ട് വേണമെങ്കിൽ പോയി കുടിച്ചോ. ഒരുപാട് കുടിക്കണ്ട, അതെടുത്തെന്ന് പറഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും. ശരിയടാ, ഞാൻ എടുത്ത് കുടിച്ചോളാം. ഈ വീട്ടിൽ ഞാനറിയാത്ത ഏതൊരിഷ്ടം അച്ഛൻ കുടിക്കുന്ന? അവൾ പറഞ്ഞ ശരിയാണല്ലോ. ഇതായിരിക്കുന്നു സാധനം. കുടിക്കണോ? തലവേദന മാറ്റമുണ്ടെന്നല്ലേ അവൾ പറഞ്ഞു. കുറച്ച് കുടിക്കാം, മരുന്നെന്തായാലും ഇല്ലല്ലോ. സംഭവം കൊള്ളാലോ. ഇത് അരിഷ്ടം തന്നെയാണോ? ദേവേട്ടാ, ഇത് ഫുള്ളും കുടിച്ചോ? ഞാനിത് കുടിക്കാനല്ലേ വന്ന്. ഞാനല്ല കുടിച്ച്, ടേസ്റ്റ് അറിഞ്ഞപ്പോൾ അറിയാതെ ദേവേട്ടൻ കുടിച്ചതാ. ദേവേട്ടാ, എനിക്ക് വിശക്കണു. ഗൗരിമൂക്ക് വിശക്കുന്നോടാ. ദേവേട്ടൻ പാപ്പ ഉണ്ടാക്കി തരാം. എന്നെ വേഗം നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് വിശപ്പ് സഹിക്കണില്ല. ദേവേട്ടാ, അയ്യേ. ദേവേട്ടൻ ഗൗരിമൂക്ക് ഒരു ഉമ്മ തരട്ടെ? വേണ്ട. ഗൗരിമോള് ദേവേട്ടനെ പൗഡർ ഇട്ട് തരട്ടെ? ഇതാ.
ഇവിടെ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. എന്നാൽ ഗൗരി മോക്ക് ദേവേട്ടൻ ബോർഡ് ഇട്ടരട്ടെ. അയ്യോ ദേവേട്ടാ, ദേവേട്ട ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ ഇത് കഴിച്ചു, വിശക്കുന്നില്ലേ? ആ ആ വളർന്ന് ദേവേട്ടന് ഉമ്മ മതി. വീട്ടിൽ ദേവേട്ടാ, ഞാൻ അവിടെ പോയി നിൽക്കാം, എനിക്ക് അവിടെ നിന്നാൽ മതി. വേണ്ട, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചേന് നിന്നാൽ മതി, നമുക്ക് കെട്ടിപ്പിടിച്ച് നിൽക്കാം. ദേവേട്ടാ, ഞാൻ ഇന്നലെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചല്ലേ, സോറി. ഹേയ്, ബുദ്ധിമുട്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. താൻ നല്ല ക്യൂട്ടായിരുന്നു ഇന്നലെ. ക്യൂട്ടോ? ദേവേട്ടാ, എനിക്ക് ഇന്നലത്തെ ഒന്നും ഓർമ്മയില്ല. രാവിലെ എണീറ്റപ്പോൾ പനിയായിട്ട് കിടക്കുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്കൊന്നും ഓർമ്മയില്ല. ആ, ഇന്നലെയും വയ്യായിരുന്നു. അപ്പം താനെന്തോ പിച്ചമ്മയും പറയുന്നുണ്ടായിരുന്നു, അതാ ഞാൻ ക്യൂട്ടെന്ന് പറഞ്ഞ. വേറെ ഒന്നുമില്ല. ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടല്ലോ. എനിക്ക് കുറവുണ്ട്. ദേവേട്ടാ, അച്ഛനും അമ്മയും എപ്പോഴാണ് വരുന്നത്? എന്താടോ, എന്നെ ബോറടിച്ച് തുടങ്ങിയോ? അവർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസമാവും. തനിക്ക് വേണമെങ്കിൽ തൻ്റെ വീട്ടിൽ കൊണ്ടുവിടാം. അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിന്നോ. ഞാനും വിചാരിച്ചു, പക്ഷേ അമ്മയും അച്ഛനും ഗുരുവായൂർ പോയിരിക്കുക, വരാൻ 2 ദിവസം എടുക്കുന്ന ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു. അതാ പിന്നെ ഞാൻ അമ്മ ഇപ്പോൾ വരുമെന്ന് കേട്ട്. അതേതായാലും നന്നായി. ആ ശരി, താൻ റെസ്റ്റ് എടുത്തോ, പനിയുള്ളതല്ലേ. ആ ശരി ദേവേട്ടാ. ആ ജിമിൻ, പറയടാ, ഇപ്പോൾ എവിടെയാ? ബാംഗ്ലൂരോ? ഹണിമൂണ് ആഘോഷിച്ച് നടന്നോ? നിനക്കെന്തറിയണം? ഞങ്ങളോ? ഹണിമൂണിനോ? നീ ഒന്നും മിണ്ടാതിരുന്നേ. ഹണിമൂണ് പോയിട്ട് അതൊന്നും നടക്കില്ലടാ. ദേവേട്ടൻ ഇവിടെ ഇവിടെ ഇരിപ്പുണ്ടോ? ഫോണിലാണോ? അല്ലടാ, അവളൊരു കുഞ്ഞു കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അവൾക്കതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലടാ. ഞാൻ എൻ്റെ മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ, എൻ്റെ മാവും പൂക്കാതെ അവിടെ പോവാൻ. ദേവേട്ടന് ഞാനിതിലൊന്നും സമ്മതിക്കാത്തതിന് വിഷമമുണ്ടോ? എനിക്ക് ദേവേട്ടനെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ നെഞ്ചൊക്കെ കിടന്ന് വല്ലാണ്ട്. ഗൗരി നിൻ്റെ ഹസ്ബൻഡാണ്, അതുകൊണ്ട് നീ ഇനി സമ്മതിക്കണം. ആഹാ, താൻ നേരത്തെ എണീറ്റോ? ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ? ഞാനിവിടെ ഉണ്ടായിരുന്ന മരുന്നാണ് തന്നെ. കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പിന്നെ അമ്മ വിളിച്ചിരുന്നു, ഞാനിതുപോലെ പറഞ്ഞു പനിയാണെന്ന്. അപ്പം കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് പറയുന്നത്. ഇല്ല, ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പനിയൊക്കെ പോയി. എന്നാൽ താനിവിടെ ഇരുന്നോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. ദേവേട്ട, ഞാനും കൂടെ വരാം സഹായിക്കാൻ. ദേവേട്ടനെ ഇനി അങ്ങോട്ട് മാറിയിരുന്നോ? ഞാനിത് ചുട്ടെടുക്കാം. ഇത്ര നേരം എല്ലാം ചെയ്തില്ലേ? അത് വേണ്ട, തനിക്ക് കുക്കിങ് വലിയ പരിചയമില്ലാത്തതല്ലേ. ഞാൻ ചെയ്തോളാം. കൈകാലൊക്കെ പൊള്ളിയ പിന്നെ അത് മതി. വയ്യാത്തതല്ലേ, അവിടെ ഇരുന്നോ. ഇല്ല, ഞാൻ ഓക്കെയാണ്. എങ്ങനെയൊക്കെയല്ലേ ഓരോന്നും പഠിക്കുന്നത്. ഞാൻ ചെയ്തോളാം. ദേവേട്ടൻ ഇരുന്നോ. എങ്ങനെയുണ്ട്? ഇതെന്താ കരിങ്കല്ലോ? അയ്യേ. ദേവേട്ട പോ. ആഹാ, അവിടെ നിൽക്കടി. ദേവേട്ട മര്യാദക്കിരിക്ക്. മര്യാദക്കിരിക്ക്, ഞാൻ കാടിക്കുന്നു നോക്കോ. ആഹാ, നീ കടിക്കുന്ന എനിക്കൊന്ന് കാണാം. അവിടെ നിൽക്കടി. ദേവേട്ട ഗൗരി, നിനക്ക് ഡോൺ വെരി. നിന്റെ ഹസ്ബൻഡാണ് ദേവേട്ടൻ. ദേവേട്ടൻ നിന്നെ എന്തും ചെയ്യാം, നിനക്ക് ദേവേട്ടൻ എന്തും ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, എനിക്ക് കൈകാലൊക്കെ വരയ്ക്കുന്നു. ഞാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പേടിച്ചാലും അതിന് മുഖത്ത് കാണിക്കാത്ത ചിരിച്ചോണ്ട് തന്നെ എപ്പോഴും നിൽക്കണം. അതാകുമ്പോൾ ദേവേട്ടനൊന്നും മനസ്സിലാവില്ലല്ലോ. ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാം അല്ലേ? ദേവേട്ടൻ എന്തിനാ സോഫയിൽ കിടക്കാൻ പോകുന്നത്? ബെഡിൽ കിടന്നോ? നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, വലിയ സന്തോഷത്തിലാണല്ലോ. ഞാൻ സോഫയിൽ തന്നെ കിടന്നോളാം, കുഴപ്പമില്ല. ഞാനിന്ന് അവിടെയല്ലേ കിടക്കാറ്. ചിരിച്ച് സംസാരിക്കുമ്പോൾ ടെൻഷൻ പുറത്തറിയില്ല, അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. എനിക്കെന്ത് കുഴപ്പം? ദേവേട്ടൻ എൻ്റെ ഹസ്ബൻഡ് അല്ലേ. ബെഡിൽ തന്നെ കിടന്നോ, നമുക്ക് ബെഡിൽ കിടക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഞാൻ കൊടുത്ത ഉമ്മ ഏറ്റു എന്നാണ് തോന്നുന്നത്. അവൾക്ക് പേടിയൊന്നുമില്ലെന്നല്ലേ പറയുന്നത്.
ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ പൊളിക്കും. ഐ എം കമ്മിങ് മോളൂ. തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ബെഡി കിടക്കാം. ഗൗരി ഒന്നുമില്ലടാ, ഇത് സിമ്പിളാ. നമ്മുടെ ദേവേട്ടനല്ലേ, ഒരു കുഴപ്പമില്ല. ദേവേട്ടൻ നിന്നൊരിക്കലും വേദനിപ്പിക്കില്ല. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്ന? ടെൻഷനൊന്നും വേണ്ട, ബി കൂൾ. അമ്മ എന്നെ നെഞ്ച് പൊട്ടിപ്പോവുമല്ലോ. താനെന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്? കിടക്കാനൊന്നും ഉദ്ദേശമില്ലേ? അതോ ഇനി എൻ്റെ കൂടെ കിടക്കാൻ? ഹേയ് ഇല്ല ദേവേട്ട, ഞാൻ എന്താ വരുന്നു. ഗൗരി, ഞാൻ തന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ? തനിക്ക് കുഴപ്പമില്ലെങ്കിൽ. അതിനെന്താ ദേവേട്ട, ദേവേട്ടൻ ഹഗ് ചെയ്തോ. ഗൗരി, തനിക്ക് ടെൻഷനുണ്ടോ? ദേവേട്ട അത് ദേവേട്ട ഞാൻ വീഴും. ഗൗരി, ഞാൻ തന്നെ വേദനിപ്പിക്കാതെ. വേദനിപ്പിക്കാനോ? വേണ്ട ദേവേട്ട, നമുക്കിത് വേണ്ട ദേവേട്ട, പ്ലീസ്. ഞാൻ ഇത്രയും നേരം പിടിച്ചു നിന്ന് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ നെഞ്ചിപ്പോൾ പൊട്ടിപ്പോ. നമുക്കിത് വേണ്ട ദേവേട്ട, പ്ലീസ്. ഓക്കെ, നീ കൂളാവും. നീ ടെൻഷൻ അടിക്കല്ലേ. താൻ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഒരിക്കലും തന്നെ കമ്പൽ ചെയ്യില്ല. തനിക്ക് എപ്പോൾ തോന്നുന്നു അപ്പം മതി. സോറി ദേവേട്ട, ഞാൻ കാരണം വീണ്ടും എനിക്കെന്താണെന്നറിയില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചാലോ? എൻ്റെ ഹാർട്ട് ഇപ്പോൾ പൊട്ടും. അതെന്താണെന്ന് എനിക്കറിയില്ല ദേവേട്ട. ഹോസ്പിറ്റലിൽ പോകാനോ? അതൊന്നും കുഴപ്പമില്ല. അത് ഈ പ്രായത്തിൽ തോന്നുന്നതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. തമ്മിൽ കിടന്നു. ദേവേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യം എന്തിന്? തൻ്റെ സിറ്റുവേഷൻ എനിക്കറിയാം. പിന്നെ ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? തമ്പാ, നമുക്ക് കിടക്കുമ്പോൾ ശരിയാവും. ദേവേട്ട, ശരിക്കും ദേവേട്ടന് എന്നോട് ദേഷ്യം? ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങടി. ഉറക്കം വരുന്നില്ലേ നിനക്ക്? ഗൗരി, ഞാനിന്ന് ഈവനിങ് അമേരിക്കയ്ക്ക് പോവും. ഇപ്പോഴാണ് അത് ഡിസൈഡ് ചെയ്തത്. താൻ ദേവേട്ട എന്താ പെട്ടെന്ന് എന്നോട് ദേഷ്യമായിട്ടാണോ പോകുന്നേ? ദേഷ്യമോ എന്തിന്? ഒന്ന് പോടി. നീ അത് വിട്ടില്ലേ? ഞങ്ങൾ അച്ഛൻ പോകാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അച്ഛൻ പോയി ശരിയാവില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ തന്നെ ഒന്ന് പോകണം. താൻ പേടിക്കണ്ട, അവർ ഈവനിങ് എത്തും. ദേവേട്ടൻ പോയിട്ട് എപ്പോഴാണ് വരുന്നത്? പെട്ടെന്ന് വരുമോ? അത് കറക്റ്റ് പറയാൻ പറ്റില്ലടാ. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതാ. അത് സക്സസ് ആയാൽ ഞാനിങ്ങ് വരും. പിന്നെ ഇനി കുറച്ച് ദിവസം തൻ്റെ ഹാർട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെന്നേ. ദേവേട്ടൻ എന്നും ഫോൺ വിളിക്കുമോ? പിന്നെ വിളിക്കാണ്ട് ഞാനെന്നും വിളിക്കും. താനെന്നോടത്ത് അറ്റൻഡ് ചെയ്താൽ മതി. ഞാൻ അറ്റൻഡ് ചെയ്തോളാം ദേവേട്ട. അമ്മ, ദേവേട്ടൻ വിളിച്ചില്ലേ? ടൈം ആയല്ലോ, എന്താ ഇതുവരെ വിളി വരാത്തെ? ഓ എൻ്റെ മോളെ, ടൈം ആവുന്നേ ഉള്ളൂ. ദേ കോള് വന്നല്ലോ. ശരി അമ്മ, ഞാൻ ദേവേട്ടനടുത്ത് സംസാരിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പോഴേ അവൾക്കൊരു സമാധാനമായ. എന്നും ഇങ്ങനെ കണ്ടാൽ മതിയായിരുന്നു എൻ്റെ മോളെ. ദേവേട്ട, പിന്നെ വർക്കൊക്കെ കഴിയാറായോ? എപ്പോഴാണ് തിരിച്ചു വരുന്നത്? അതറിയാം ദേവേട്ട, പക്ഷേ ദേവേട്ടൻ പോയതിനു ശേഷം ഭയങ്കര ബോറാണ് ഇവിടെ. പെട്ടെന്ന് വർക്കൊക്കെ തീർത്തിട്ട് വരുമോ? ഞാനും ദേവേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ദേവേട്ടനും ഹെൽത്തൊക്കെ നോക്കണേ. അച്ഛാ, എത്ര നേരമായി? ദേവേട്ടൻ ഇപ്പം എത്തുന്നില്ലേ? നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞ ഇതിപ്പോൾ എന്താ ഇത്ര ലേറ്റ് ആയി? ഞാൻ ഇപ്പം വിളിച്ച് വച്ചിട്ടേ ഉള്ളൂ. അവൻ ഇപ്പം ഇങ്ങ് എത്താറായി. ഓ എൻ്റെ ഗൗരി, ഇങ്ങോട്ടേക്കല്ലേ അവൻ വരുന്നേ? അത് പിന്നെ അമ്മ കാണാത്തോണ്ടല്ലേ ചോദിച്ചേ. അതാ വന്നു തോന്നുന്നു. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പോയി നോക്കാം, വാ. അച്ഛാ, സുഖമാണോ മോനെ? എല്ലാം ശരിയായല്ലോ അല്ലേ? എല്ലാം ഓക്കെ ആയി. ഇനി അച്ഛൻ അങ്ങോട്ട് പോവേണ്ട ആവശ്യം വരില്ല. ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓ എൻ്റെ വേൾഡ് വൈഡ് ബ്യൂട്ടി, എന്താ മുഖം കനപ്പിച്ചിരിക്കുന്നത്? എവിടെയായിരുന്നിട്ടാ ഇത്ര നേരം? നിന്റെ ഗൗരി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരച്ചിലായിരുന്നു. ദേവേട്ടൻ എന്താ വരാത്തെന്ന്. ഇപ്പോൾ ഒന്നും മിണ്ടാനില്ല അവൾക്ക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. രാവിലെ ട്രാവൽ ചെയ്തതല്ലേ. ശരി അമ്മ, ഫ്രഷ് ആയിട്ട് അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം. അവിടുന്ന് ഫോൺ വന്നു. എല്ലാം ഓക്കെ, ഡീല് നമുക്ക് തന്നെയാ. കൺഗ്രാറ്റ്സ് മോനെ. ഇപ്പോഴാ ഒരു സമാധാനം ആയത്. ഇനി അച്ഛനെ ടെൻഷൻ അടിക്കാതിരുന്നൂടെ?
എല്ലാം നമ്മുടെ കയ്യിലായില്ലേ, പിന്നെന്താ? പിന്നെ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, യാത്രയുടേതായിരിക്കും. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ആ മോനെ, നീ വന്നിട്ട് ഇതുവരെ ഒന്നും റെസ്റ്റ് എടുത്തില്ലല്ലോ. ഫുഡൊക്കെ കഴിച്ചില്ലേ? ഇനിയിപ്പോൾ എന്താ, പോയി കിടന്നോ. ഗൗരി മോളെ, പോകുമ്പം കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് പൊക്കോ. ശരി അമ്മ. ഗൗരി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എനിക്കെന്തോ നല്ല ചൂട്. താൻ ഉറങ്ങില്ലെന്ന് വിശ്വസിക്കുന്നു. ആ, ദേവേട്ടൻ പോയിട്ട് വന്നു, ഞാൻ ഇന്നോളാം. ഇവൾ ഉറങ്ങിപ്പോയോ? ശരി. യോഗമില്ല അമ്മണി, പായ മടക്കിക്കോ ആയി എൻ്റെ അവസ്ഥ. സോറി ദേവേട്ട, ഞാൻ അറിയാതെ. അടങ്ങിക്കിടക്കടി ഗൗരി. ഇനിയും എന്നിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാനാണോ നിൻ്റെ ഉദ്ദേശം? വയ്യടാ, നമുക്കൊന്നായിക്കൂടെ? എനിക്കറിയണം നിന്നെ. ദേവേട്ട, അത് ഞാൻ... ഒന്നും പറയണ്ട. ദേവേട്ട